യെസ്, എന്തായാലും നമുക്ക് ആദ്യം തന്നെ വയനാട് ഇന്നിപ്പോൾ രക്ഷാദൗത്യം അല്പസമയത്തിനകം തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. ഉരുൾപൊട്ടലിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് 366 എന്നുള്ള ഒരു മരണസംഖ്യയിലേക്ക് കൂടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ 14 മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. 206 പേരെയാണ് യഥാർത്ഥത്തിൽ ജൽസി. 206 എന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നൊരു സംഖ്യയാണ്. ഈ കാണാതായവരുടെ കാര്യത്തിൽ അതിൽ വലിയ വ്യത്യാസം വരാത്തത് നമ്മൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ടാകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേര് ഈ കാണാനില്ലാത്ത ആളുകളെ തന്നെ ആവണമെന്നില്ല ഈ തിരിച്ചറിയുന്നത്. ഈ പുതുതായി എത്ര പേര് തിരിച്ചറിഞ്ഞു കൃത്യമായ കണക്കുകളൊക്കെ. അതെ, അല്ല ഇപ്പൊ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, പല കുടുംബങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് ആ സംഖ്യ അങ്ങനെ തന്നെ തുടരുന്നത്. അതുകൊണ്ട് അതാണ് കാരണം കുറച്ച് ദിവസമായി നമ്മൾ 200-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും 152 മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുകയാണ്. തെരച്ചിലിനായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂടുതൽ റഡാറുകൾ എത്തിക്കുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഒരു സേവർ റഡാർ, 4 റെക്കോ റഡാർ എന്നിവയാണ് എത്തിക്കുക. ചാലിയാറിലും വ്യാപക തെരച്ചിൽ നടത്തും. 205 മൃതദേഹമാണ് ഇതുവരെ ചാലിയാറിന് കണ്ടെത്തി. ഈ ചാലിയാറിൽ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹം എന്ന് പറയുമ്പോൾ ആ പുഴയും അതുപോലെ തന്നെ അതിന് മുകളിലേക്കുള്ള വെള്ളച്ചാട്ടങ്ങൾ, അതിനും അപ്പുറം ഗാഠവനങ്ങൾ, അപ്പൊ ആ വനങ്ങളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ തിരച്ചിൽ എന്നുള്ളതാണ്. ഇവിടെ വനങ്ങളിലുള്ള തെരച്ചിലൊക്കെ അതീവ ദുഷ്കരമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിച്ച് അത് പുറത്തെത്തിക്കുക എന്നുള്ളതൊക്കെ അതീവ ദുർഘടമായ സംഗതിയാണെന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ നൽകിയിട്ടുണ്ട്. 3 പേർ പെട്ടുപോയതും അവരെ രക്ഷിച്ചതും ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് എനിക്ക് തോന്നുന്നു ചാലിയാർ കേന്ദ്രീകരിച്ച ഒരു വ്യാപക തെരച്ചിൽ, കാരണം 200-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഗൗരവം ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് ഒന്ന് പോകാം. അവർ ആ തത്സമയം അവിടെ ഉണ്ട്. ചൂരൽമലയിൽ നിന്ന് ഷിത ജഗത്ത് ഉണ്ട്. ഒപ്പം തന്നെ ഷബീർ ഒമർ കൂടെ ചൂരൽമലയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. മഹേഷ് പോലൂർ ദുരിതാശ്വാസ ക്യാമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട്, ജംഷീർ നിലമ്പൂരിലുണ്ട്. മുണ്ടേരി ചാലിയാറിന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ജംഷീർ ആയിരിക്കും നൽകുക. നമുക്ക് എന്തായാലും ആദ്യം ഷിത ജഗത്തിലേക്കാണ് സർ പോകുന്നത്. എന്തായാലും ഷിത അവിടെയാണുള്ളത്, ചൂരൽമലയിലാണ്. കാരണം ബേലി പാലത്തിന് സമീപം എല്ലാ ദിവസവും രക്ഷാദൗത്യം തുടങ്ങുന്ന സമയമായിരിക്കുകയാണ്. അത് തന്നെ ഇന്നത്തെ 6ാം ദിനത്തിലെ ദൗത്യം. ബേലി പാലം എന്നത് ഒരു ചിത്രമായി കഴിഞ്ഞു, ഒരു സിംബലായി കഴിഞ്ഞു അല്ലെ? ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു സിംബലായി കഴിഞ്ഞു. അവിടെയാണ് കാരണം ഒരുപാട് പ്രതീക്ഷയുടെ പാലം എന്ന് പറയാം അല്ലെ? നമ്മൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ആ ബേലി പാലം വന്നതോടുകൂടെയാണ് കൂടുതൽ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനും കഴിഞ്ഞത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷിതയിൽ നിന്ന് അറിയേണ്ടത്. ഷിത, രാവിലെ നമുക്ക് ഏതാണ്ട് 7 മണിയോടുകൂടെ തന്നെ തെരച്ചിൽ സാധാരണഗതിയിലൊക്കെ പുനരാരംഭിക്കാറുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ? അവിടെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ജിൽസി, രാവിലെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. തെരച്ചിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംഘങ്ങളായിക്കൊണ്ട് തന്നെ ആളുകളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കൃത്യമായുള്ള രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കെല്ലാം തന്നെ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ടുള്ളൊരു തെരച്ചിലാണ് നടക്കുന്നത്. ബേലി പാലത്തിന് സമീപത്ത് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ചൂരൽമലയിൽ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട്. അവിടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവരവിടെ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. നമുക്ക് കാണുന്നത് ആ കടലാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആളുകളുടെ എണ്ണമാണ്. അതായത് ഒരു ടീം ലീഡറാണ് എത്ര പേരുണ്ട്, ആരാണ്, ഏതൊക്കെ ആളുകളാണ് എന്നുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ടീം ലീഡർ കൊടുത്തിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൃത്യമായി എണ്ണം പറഞ്ഞുകൊണ്ടാണ്, അതായത് ഓരോരുത്തരെയും എണ്ണിക്കൊണ്ടാണ് തെരച്ചിലിനായി വിടുന്നത്. മുതലാണ് ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആർമിയാണ് സാധാരണ രീതിയിൽ പോകുന്നത് പോലെ തന്നെ ആർമി നേരത്തെ തന്നെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഓരോ ഘട്ടമായി ഇപ്പോൾ അവിടേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും എണ്ണത്തിൽ കൂടുതലുള്ള, അതായത് സംഘത്തിലെ നേതാവ് കൂടുതൽ അല്ലെങ്കിൽ ടീം ലീഡർ കൊടുത്തിരിക്കുന്ന അംഗത്തിൽ കൂടുതൽ ആളുകൾ അതിലുണ്ടെങ്കിൽ അവരെ കടത്തി വിടുന്നില്ല. കൃത്യമായുള്ള എണ്ണവും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് കടത്തി വിടുന്നത്. ഇന്നത്തെ തെരച്ചിലിൽ കൂടുതൽ സജീവമായി കൊണ്ടുള്ള തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റഡാർ എത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ആളുകളുടെ, അതായത് ഈ സംഘത്തിൽ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ എവിടേക്കാണ് പോകേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന്
ഓരോ സ്ഥലത്തേക്കും തെരച്ചിൽ നടത്തേണ്ട ഓരോ മേഖലകളിലേക്കും കടത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരെ തിരിച്ചുകൊണ്ട് അവിടേക്ക് കടത്തിവിടുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു 3 അംഗ സംഘമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ആർമി ആദ്യം പോയി, അതിനുശേഷം 2 സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ ടീമുകൾ കൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരച്ചിൽ നടത്തും. വില്ലേജ് റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള തെരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. പക്ഷേ ഇന്നലെ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു മൃതദേഹം മാത്രമാണ് തെരച്ചിൽ നടത്തിയിട്ടും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വ്യാപകമായുള്ള തെരച്ചിൽ വനമേഖലകളിൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതായത് ചാലിയാറിലാണ് നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ. ചാലിയാർ ഒരു കണ്ണീർ പുഴയായി തന്നെ ഒഴുകുകയാണ്. അത്രയേറെ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാലിയാറിൽ കൂടുതൽ തെരച്ചിൽ സജീവമാക്കണം. അത് തന്നെ ഈ വനമേഖലകളിൽ നിലമ്പൂരിലെയൊക്കെ ഉൾവനമുണ്ട്, നമ്മൾ കൊടുങ്കാട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം തന്നെ തെരച്ചിൽ നടത്തണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. അത് സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും മറ്റുമൊന്നും തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളില്ലാതെ അത്തരത്തിലുള്ള ഒരു കൊടുങ്കാടുകളിലേക്ക് പോവുക എന്നുള്ളത് ഈ തന്നെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു തെരച്ചിൽ നടത്തണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ കുടുങ്ങിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു മുൻകരുതൽ കൂടി ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ആ പ്രവർത്തകരോട് ഈ പോകുന്ന ആളുകളോടൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായുള്ളൊരു കേന്ദ്രീകരിച്ചു കൊണ്ടുപോകണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ അത് ആ രീതിയിൽ തന്നെ പോവുകയാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നമ്മൾ കണ്ണൂരിന്നാണ്. ഇപ്പൊ ഇന്ന് വന്നതാണോ? നമ്മൾ ഇന്നലെ വന്നതാ. ഇന്നലെ വന്ന് ഏത് ഭാഗത്തായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്? നമ്മൾ ഇന്നലെ വന്ന് തെരച്ചിൽ നടത്താൻ പോകുന്നതാണ്. ഇന്നലെ നൈറ്റ് വന്ന് ഇന്നലെ വേണ്ട ഭക്ഷണ കാര്യങ്ങള്, വസ്ത്രങ്ങൾ, അതൊക്കെ വേണ്ടുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. ഇന്നിപ്പോ തെരച്ചിലിന് പോവാണ്. രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് പോകുന്നു? അതെ ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എത്തിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ക്യൂ ആണ്. നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ? ഇന്നിപ്പോ 70 പേരുണ്ട് ഇവിടെ. ബാക്കിയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 6 ദിവസമായിട്ട് ഇപ്പൊ ഫീൽഡിലുണ്ട്. നമ്മളെല്ലാവരും SDPയുടെ ആളുകളാണ്. ഈ ഭാഗത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. 44 ബോഡി ഞങ്ങൾ കണ്ടെടുത്തു നമ്മൾ പ്രവർത്തകർ വയനാട് ജില്ലയിൽ. പിന്നെ നിലമ്പൂരിൽ നമ്മൾ 48ഓളം ബോഡികൾ നമ്മുടെ പ്രവർത്തകർ വനത്തിൽ നിന്ന് നമ്മളെ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. ഉൾവനത്തിലേക്കൊക്കെ തെരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നലെ മാസമായിട്ട് മലപ്പുറം ജില്ലയുടെ ആളുകൾ 500 നമ്മളെ വളണ്ടിയേഴ്സ് അവിടെ ഇറങ്ങി ഇന്നലെ മാസമായിട്ട് എടുത്തിരുന്നു. അതിലും കുറെ ആളുകളെ കിട്ടിയിട്ടുണ്ട്. എന്നാലും അവരിന്ന് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും SDPയുടെ ആളുകൾ വളരെ സജീവമായിട്ട് ഉണ്ട്. അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും എല്ലാം തന്നെ പ്രവർത്തകരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തെരച്ചിലിന് സജീവമായിട്ടുള്ളത്. ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പോൾ ഇവർ പറഞ്ഞത് 6ാം ദിവസത്തിലേക്കാണ് തെരച്ചിൽ നീങ്ങുന്നത്. കഴിഞ്ഞ 6 ദിവസമായി തന്നെ ഇവിടെ തെരച്ചിലിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പക്ഷേ ഓരോ ദിവസം കൂടി വരുന്നുണ്ട്.